അതൊന്നും അല്ലല്ലോ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണം കവർന്ന കേക്ക് അല്ലല്ല, അതൊന്നും അല്ലല്ലോ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർണം കൊള്ളയല്ലേ, ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെക്കുറിച്ചാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോൾ നടന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ നടന്നത് 2019 മുതൽ നടന്ന സ്വർണ്ണക്കൊള്ളയും 2024 വീണ്ടും കൊള്ള നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിലാണ്. അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും CPM സ്വീകരിക്കുന്നില്ല. അവരെ പൂർണ്ണമായി ഗവൺമെൻറ്റും CPM-ഉം സംരക്ഷിക്കുകയാണ്. അതാണ് യഥാർത്ഥ സ്ഥിതി. അതിന് മറുപടി പറയണം, ഗവൺമെൻറ്റും പറയണം, CPM-ഉം പറയണം. അതിന് മറുപടി ഇല്ലായിരുന്നപ്പോഴാണ് നീ പ്രയാർ ഗോപാൽ അത് ജീവിച്ചിട്ട് പോലുമില്ല ഇതൊന്നും ആര് വന്നു എന്തെന്നല്ല. ആ കാലത്തൊന്നും ഒരു വൃത്തിയോടും നടന്നിട്ടില്ലല്ലോ. അല്ലല്ല, കേൾക്ക്, നിങ്ങൾ ഇതില്ലാതാവില്ല. ഇതിനെ ഡൈലൂട്ട് ചെയ്യണ്ട. ഏത് വിഷയം വേണേലും അന്വേഷിക്കുക. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലല്ലേ അന്വേഷണം നടക്കുന്നത്. ആര് വേണമെങ്കിലും ഹൈക്കോടതി പോയി ഏത് കാലത്തെ പറ്റിയും പറഞ്ഞോ, ഹൈക്കോടതി അന്വേഷിച്ചോട്ടെ. ഞങ്ങൾ ഏത് കാലത്തെ അന്വേഷണം നടത്തിയാലും സ്വാഗതം ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇതിനെ വെള്ളം ചേർക്കാൻ നോക്കണ്ട. ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പൻ്റെ സ്വർണം കവർന്ന കേസാണ്. ജാമ്യം പോലും ഒരുത്തിനും കിട്ടണില്ല, ഒരാൾക്കും കൊടുക്കണില്ല. മനസ്സിലായില്ലേ? ഒരാൾക്കും ജാമ്യം പോലും കൊടുക്കുന്നില്ല. എന്നിട്ട് പോലും ഒരാൾക്കെതിരെ നടപടി പോലും എടുത്തില്ല. അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കുന്നില്ല. അവരെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ എന്താണ് CPM കരുതുന്നത്? എന്താണ് ഗവൺമെൻറ് കരുതുന്നത്?